ടൗട്ടെ ചുഴലിക്കാറ്റിൽപ്പെട്ട് അജ്മീർ ഷാ എന്ന ബോട്ടും 16 മത്സ്യത്തൊഴിലാളികളെയും കാണാതായിട്ട് നാളെ 3 വർഷം തികയുകയാണ്. ബേപ്പൂർ തുറമുഖത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടാണ് ചുഴലിക്കാറ്റിൽപ്പെട്ടത്. ബോട്ടിന് നഷ്ടപരിഹാരവും കാണാതായവരുടെ കുടുംബത്തിന് ധനസഹായവും വേണം എന്നാണ് മറ്റു മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. മെയ് 5 ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബേപ്പൂർ തുറമുഖത്ത് നിന്ന് അജ്മീർ ഷാ എന്ന ബോട്ട് മത്സ്യബന്ധനത്തിനായി പോയത്. 16 മത്സ്യത്തൊഴിലാളികളാണ് ഈ ബോട്ടിലുണ്ടായിരുന്നത്. സാധാരണ 15 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാറാണ് പതിവ്. 3 വർഷം കഴിഞ്ഞിട്ടും ഈ ബോട്ടും 16 മത്സ്യത്തൊഴിലാളികളും തിരിച്ചെത്തിയിട്ടില്ല. 3 വർഷം മുൻപ് മെയ് 10 ടൗട്ടെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് എത്തിയത്. ഈ സമയം കാർവാറിൽ നിന്ന് ഏകദേശം 60 നോട്ടിക്കൽ മൈൽ ദൂരത്തായിരുന്നു ബോട്ട്. ഡോണിയർ വിമാനവും കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് 1.5 മാസത്തോളം തിരച്ചിൽ. പക്ഷേ നിരാശയായിരുന്നു ഫലം. ബോട്ടിലുണ്ടായിരുന്ന 16 മത്സ്യത്തൊഴിലാളികളിൽ 12 പേർ തമിഴ്നാട് സ്വദേശികളും 4 പേർ പശ്ചിമബംഗാൾ സ്വദേശികളും. ഇപ്പോഴത്തെ അവസ്ഥ 16 കുടുംബം എന്ന് പറഞ്ഞാൽ 16 സഹോദരന്മാരെന്ന് പറഞ്ഞാൽ തൊഴിലാളികളെന്ന് ഞാൻ പറയില്ല. കാരണം ഓലുണ്ടായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അത്രയും 16 കുടുംബത്തിൽ 4 ചേട്ടാനിയന്മാരുണ്ട്, 3 ചേട്ടാനിയന്മാരുണ്ട്, 2 ചേട്ടൻ അച്ഛനും മകനുണ്ട്. ഓരോ കുടുംബത്തിലും ഓരോ അത്താണിയാണ് നഷ്ടപ്പെട്ടത്. മെയിനായിട്ട് ആ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ബോട്ട് ഓണേഴ്സിൻ്റെ ഇതിൽ ഒരു ചെറിയൊരു സംഖ്യ ഭീമമായിട്ട് ബോട്ട് മുതലാളിമാരും ബോട്ട് ഓണേഴ്സായിട്ട് നമുക്ക് ഇവിടുത്തെ ബോട്ട് ഓണേഴ്സ് വളരെയധികം ശേഖരിച്ചിട്ട് ഒരു ചെറിയ പിരിവ്, അതിലൊരു ചെറിയ സംഖ്യ എല്ലാവർക്കും കുറയിച്ച് കൊടുക്കാനേ പറ്റിയിട്ടുള്ളൂ. അവരെ കുടുംബത്തിനെ സഹായിക്കണമെങ്കിൽ സർക്കാർ നമ്മളെ സഹായിക്കണം, അതേ പറ്റുള്ളൂ. കടം വാങ്ങി കടലിലിറക്കിയതാണ് ബോട്ട്. അതാണ് പൂർണ്ണമായും നഷ്ടമായത്. തിരച്ചിലിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായം ലഭിച്ചു. പക്ഷേ ബോട്ടിനൊരു നഷ്ടപരിഹാരവും ഇതുവരെ ലഭിച്ചില്ല. കാണാതായ 12 തമിഴ്നാട് സ്വദേശികളുടെ കുടുംബത്തിന് അവരുടെ സർക്കാരിന്റെ സഹായമായ 20 ലക്ഷം രൂപ ലഭിച്ചു. ആ കുടുംബങ്ങളുടെ ഏക വരുമാന മാർഗമാണ് കാണാതായവർ. നമ്മുടെ സർക്കാരിന്റെ ഒരു സഹായം കൂടി ഇവർക്ക് വേണമെന്നാണ് ആവശ്യം. ബോട്ടിനും ഈ തമിഴ്നാട്ടിലുള്ള കുടുംബങ്ങൾക്കും ഒരു സാമ്പത്തിക സഹായം സർക്കാരിൻ്റെ ഭാഗത്ത്. ഞങ്ങൾ എല്ലാ ദിവസവും നമ്മളെ റിയാസ് മന്ത്രി നമ്മളെ ബേപ്പൂരിലുള്ള ആളാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ഏത് ഭാഗത്ത് വന്നാലും ഈ ബോട്ടിൻ്റെ ഓണർമാരെ ഞങ്ങളെ ബോട്ട് അസോസിയേഷൻ ആളുകളും നിരന്തരമായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സാമ്പത്തിക സഹായം ഞങ്ങൾക്ക് കിട്ടണം. അതിനാണ് ഞങ്ങളുടെ ശ്രമം. അതിന് എത്രയും പെട്ടെന്ന് അതിന് ഇപ്പം നാളത്തോടുകൂടി 5-ാം തീയതിയോടുകൂടി 3 വർഷം തികയാണ്. ബോട്ടിന് ധനസഹായം വേണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളെ ബോട്ടുടമകൾ നിരവധി തവണ കണ്ടുകഴിഞ്ഞു. തിരച്ചിൽ എന്നോ അവസാനിപ്പിച്ചതാണ്. പക്ഷേ എന്നെങ്കിലും തീരത്തെത്തുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് 16 തൊഴിലാളികളുടെയും കുടുംബങ്ങൾ. ബേപ്പൂർ ഹാർബറിൽ നിന്ന് മുനീഫ് തിരൂരിനൊപ്പം മിഥില ബാലൻ, 24. പൊതുജനം കഴുതയല്ല സാർ. 16ഓളം തൊഴിലാളികളും ബോട്ടും കാണാതായിട്ടും അവർക്കുള്ള നഷ്ടപരിഹാര തുക, അതുപോലെ മറ്റ് ആനുകൂല്യങ്ങൾ അതൊന്നും 3 വർഷമായി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പരാതി. കാണാം ചില പ്രതികരണങ്ങൾ കൂടി. സർക്കാരിന് എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ട് നമ്മളെ സഹായിക്കണം, എന്നാലേ നമുക്ക് കുടുംബത്തിന് വല്ല കാര്യമായിട്ട് സഹായിക്കാൻ പറ്റുള്ളൂ എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലും ഇത് നിവേദനം കൊടുത്തിട്ടുണ്ട്. വോട്ട് പോയത് സർക്കാർ തലത്തിൽ അറിയും. എല്ലാ റിട്ടേൺ തിരിച്ചു വരാണ്. സാമ്പത്തിക സഹായം ഇതുവരെ ഒന്നും പ്രതീക്ഷമാതിരി കിട്ടിയിട്ടില്ല. അത് സർക്കാർ കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിന് സഹായിക്കാൻ പറ്റും. 16 ജീവനായി പോയത്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ കാര്യമായ കിട്ടാതെ ആ കുടുംബത്തിന് നമുക്ക് കാര്യമായി അതിന് കൊടുക്കാൻ പറ്റുമോ? സർക്കാരിൻ്റെ ഇടപാടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കടലിൽ പോണ ആളുകളല്ലേ, അവർക്ക് ഇവരെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു സാമ്പത്തികമായിട്ടും കിട്ടണം. പിന്നെ ഈ കടൽ വഴി മറ്റേ നേവിൻ്റെ കപ്പലൊക്കെ ഉണ്ടല്ലോ, കപ്പൽ വഴിയൊക്കെ നമ്മൾ എന്തെങ്കിലും പോയി പറഞ്ഞാൽ ഓരോ അന്വേഷണങ്ങളൊക്കെ വേണം. പിന്നെ ഹെലികോപ്റ്റർ ഉണ്ട്, അതിൻ്റെ ഒരു സഹായം വേണം. നിങ്ങളുടെ സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരുടെ ജീവനും രക്ഷപ്പെടും. ചെറിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് കമന്റ് ബോക്സിലേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങളിൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതലായി കാണുന്നത് KSRTC ഡ്രൈവറും മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള തർക്കം. അതുമായി ബന്ധപ്പെട്ട്
ഇരുപക്ഷങ്ങളെയും പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ഒക്കെയുള്ള കമൻറ്റുകൾ ഒരുപാട് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അന്വേഷണം നടക്കുകയാണ്. സുഗന്ധഗിരിയിലെ മരമുറിയുമായി ബന്ധപ്പെട്ട് കൃത്യവിലോപം നടന്നു എന്ന് കണ്ടെത്തിയിട്ടും അത് സ്ഥലമാറ്റത്തിൽ ഒതുക്കിയോ എന്ന് ചോദിക്കുന്നുണ്ട് രജീഷിനെ പോലുള്ള പ്രേക്ഷകർ. ചൂടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇനി എങ്ങനെയായിരിക്കും, വരും ദിവസങ്ങളിൽ ചൂടിൻ്റെ സാഹചര്യം എന്തായിരിക്കും എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. തൽക്കാലം ചൂടിന് അല്പം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അല്പം കുറവുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ പ്രതികരിക്കുന്നുണ്ട് പ്രേക്ഷകർ. അത് തുടരുക. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ മടങ്ങിയെത്തും. ഷോർട്ട് ബ്രേക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.